ഹലോ ഗൈസ്, ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു ക്രിസ്മസ് എഡീഷൻ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം. ഒരുപാട് തെറ്റുകുറ്റങ്ങൾക്കാണ്, നിങ്ങളത് ക്ഷമിക്കണം, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്ത് അത് ഈ കാണുന്ന പോലെ മടക്കി ഇതിന്റെ നടുഭാഗത്തായിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിന് താഴെ ഈ കോമൺ, എപ്പിക്, ലെജൻഡറി എന്നൊക്കെ പറഞ്ഞ് എഴുതണം കേട്ടോ. ബ്ലൈൻഡ് ബാഗിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇതുപോലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ചാണ് ഈ ചെയ്യുന്നത്. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്ത ഷേപ്പിൽ ബാക്കിലോട്ട് വെച്ചിട്ട് ഒന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ഒരു കുഞ്ഞു ബാഗ് കൂടെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അതിലൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ വരച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വെച്ച് കൊടുക്കാം. ഇതിന്റെ മുകൾ ഭാഗവും നമുക്ക് പശ തേച്ചൊട്ടിക്കാം. വേറൊരു ഷീറ്റിൽ ക്രിസ്മസ് ഒപ്പുവിന്റെ തല വരച്ച് ഒന്ന് കളർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് വലിയൊരു ടാസ്ക് വരുന്നത്, സെലോ ടേപ്പ് ഒട്ടിക്കണം. എന്നെ സംബന്ധിച്ചത് വല്ലാത്തൊരു പണിയായി പോയി. ഒട്ടിക്കുന്നതൊന്നും ശരിയായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിന്റെ മുകളിലെ കുറച്ച് ഭാഗത്തൊഴികെ ബാക്കി എല്ലായിടത്തും സെലോ ടേപ്പ് ഒട്ടിച്ചെടുത്തു. അതിനുശേഷം കുറെ പഞ്ഞി അതിനകത്തോട്ട് തെള്ളിക്കേറ്റി നിറച്ച് വെച്ചപ്പോൾ നമ്മുടെ സ്ക്വിഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം എന്തായാലും സെറ്റായി. ഇനിയിപ്പോ ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കുഞ്ഞു ബാഗ് കൂടെ ഉണ്ടാക്കാം. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണകുണ വരച്ചു കൊടുത്തിട്ട് നടുക്കൊരു മെരി ക്രിസ്മസും കൂടെ എഴുതി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റുഷിയും കൂടെ വെച്ച് കൊടുത്ത് ടോപ്പ് ഒന്ന് പശ തേച്ചൊട്ടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 2 ഗിഫ്റ്റിന്റെ മുകളിലൂടെ സെലോ ടേപ്പ് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബ്ലൈൻഡ് ബാഗിനകത്തോട്ട് ഇറക്കി വെക്കണം. വേറൊരു കുഞ്ഞു പേപ്പർ 2ആയിട്ട് മടക്കി അതിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഗിഫ്റ്റ് ആണോ വെച്ചിരിക്കുന്നത് അതിന്റെ ഒന്ന് പേര് എഴുതി കൊടുക്കണം. എന്താ പറയില്ലെങ്കിൽ ഞാനൊരു ലെജൻഡറി ഗിഫ്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടെ അതിനുള്ളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ പശ തേച്ച് ഫുള്ളോടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മുടെ ബ്ലൈൻഡ് ബാഗിന്റെ മുകളിലൂടെ സെലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കണം. എണ്ണീച്ചെന്ന് വളരെ ബഹുമാനത്തോടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഞാൻ എങ്ങനെയൊക്കെ ഒട്ടിച്ചാലും ഈ ടേപ്പ് ഒരു വൃത്തിക്ക് വരത്തില്ല ഗൈസ്. ഇനിയിപ്പോ ഒന്നുമില്ല, നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.